നിങ്ങൾ ഒരു പുതിയ ശീലം തുടങ്ങാൻ ശ്രമിച്ചിട്ട് എത്ര തവണ പരാജയപ്പെട്ടിട്ടുണ്ട്? നമ്മൾ പൊതുവേ കേൾക്കാറെന്താണ്, ഒരു 21 ദിവസം മതി ഒരു പുതിയ ശീലം ബിൽഡ് ചെയ്യാന്ന്. ആക്ച്വലി ആദ്യത്തെ 21 ദിവസത്തിൽ നമ്മൾ പഴയ ശീലം ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഓവർ ഫോൺ യൂസേജ് ഉണ്ടെങ്കിൽ ഫോൺ ഉപയോഗം കുറച്ച് കുറക്കുക. മടിയുണ്ടെങ്കിൽ ആ മടി എങ്ങനെ കുറക്കാം. അവിടെ തന്നെ പലരും ആ ഒരു ശീലം ഉപേക്ഷിച്ച് പോകും. എന്നാൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് 21 ദിവസം ആകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ പഴയ ശീലം നമ്മൾ ഉപേക്ഷിച്ചു, എന്നാൽ പുതിയ ശീലം പൂർണ്ണമായി നമ്മളിലേക്ക് വന്നില്ല. പലരും തോറ്റു പോകുന്നത് അവിടെയാണ്. എന്നാൽ ഈ 42 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും വിജയം നമ്മെ തേടി വരും. നിങ്ങൾക്ക് പുതിയ സക്സസ് വേണോ? താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഒരു പുതിയ ശീലം തുടങ്ങാൻ ശ്രമിച്ചിട്ട് എത്ര തവണ പരാജയപ്പെട്ടിട്ടുണ്ട്? നമ്മൾ പൊതുവേ കേൾക്കാറെന്താണ്, ഒരു 21 ദിവസം മതി ഒരു പുതിയ ശീലം ബിൽഡ് ചെയ്യാന്ന്. ആക്ച്വലി ആദ്യത്തെ 21 ദിവസത്തിൽ നമ്മൾ പഴയ ശീലം ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഓവർ ഫോൺ യൂസേജ് ഉണ്ടെങ്കിൽ ഫോൺ ഉപയോഗം കുറച്ച് കുറക്കുക. മടിയുണ്ടെങ്കിൽ ആ മടി എങ്ങനെ കുറക്കാം. അവിടെ തന്നെ പലരും ആ ഒരു ശീലം ഉപേക്ഷിച്ച് പോകും. എന്നാൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് 21 ദിവസം ആകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ പഴയ ശീലം നമ്മൾ ഉപേക്ഷിച്ചു, എന്നാൽ പുതിയ ശീലം പൂർണ്ണമായി നമ്മളിലേക്ക് വന്നില്ല. പലരും തോറ്റു പോകുന്നത് അവിടെയാണ്. എന്നാൽ ഈ 42 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും വിജയം നമ്മെ തേടി വരും. നിങ്ങൾക്ക് പുതിയ സക്സസ് വേണോ? താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.